ഇന്ന് പൂരിക്കും ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലെ ചന മസാലയുടെ റെസിപ്പിയാണ്. തലേന്ന് രാത്രി കുതിർത്ത 1 കപ്പ് വെള്ളക്കടല അല്ലെങ്കിൽ കാബൂളി ചനയില്ലേ, അതാണ്. അതൊരു പ്രഷർ കുക്കറിലോട്ട് ഇട്ടിട്ട് അതിലോട്ട് ഞാൻ 3 മീഡിയം സൈസ് സവാള, 2 തക്കാളി, 1 കിഴങ്ങ് അതും കൂടെ അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ മസാലയായിട്ട് ബേ ലീഫ്, ഒരു ചെറിയ കഷ്ണം പട്ട, 2-3 ഗ്രാമ്പൂ, 2-3 ഏലയ്ക്ക, 1 ടേബിൾ സ്പൂൺ എണ്ണ, ആവശ്യത്തിന് ഉപ്പ്, 3/4 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് ഞാൻ കുക്കറിൽ അത് വേവാൻ വെച്ചിട്ടുണ്ട്. ഒരു 4 വിസിലടിക്കട്ടെ. അടിച്ച് എല്ലാം വെന്ത് കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ, കുക്കർ തുറന്നപ്പോൾ കണ്ടോ നിങ്ങൾ. ഇനി അതിൽ നിന്ന് ആദ്യം നമുക്ക് ആ മസാലകളെല്ലാം ഒന്ന് എടുത്ത് മാറ്റാവേ. അധികം മസാല ഇനി ഇടണ്ട, മസാല അതങ്ങ് മാറ്റി വെച്ച് ഇനി ഈ മിക്സിയുടെ ജാറിലോട്ട് ആ കുക്കറിൽ നമ്മൾ വേവാൻ വെച്ചിരുന്നില്ലേ സവാള, ആ 3 സവാളയും പിന്നെ 2 ടൊമാറ്റോയുടെ ആ സ്കിന്നൊന്ന് കണ്ടില്ലേ, ഇങ്ങനെ നല്ല വെന്തതല്ലേ, നമ്മൾ തൊടുമ്പം തന്നെ ആ സ്കിന്നിങ് ഇളകി വരുവേ. ആ സ്കിന്ന് മാറ്റിയ ടൊമാറ്റോയും കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് ഞാൻ ചൂടോടെ എടുക്കുവാണേ, കൈ പൊള്ളണ്ട. വേണമെങ്കിൽ നിങ്ങളൊന്ന് തണുത്തിട്ട് ചെയ്താലും മതി. ഞാനത് ചൂടോടെ ആ മിക്സിയിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് കണ്ടില്ലേ, വെന്ത കടല നല്ല വെന്തില്ലേ, ഇത് ഒരു തവിക്ക് 1 തവി കടലയും കൂടെ ആ മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീർ ചില്ലി പൗഡറാണ്, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ചെറിയ ജീരകത്തിൻ്റെ പൊടിയില്ലേ, അതൊരു 1/4 ടീസ്പൂണും കൂടെ ഇട്ട് നമുക്ക് നല്ലപോലെ മഷി പോലെ ഇതിനെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. ഇനി ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ചിട്ട് അതിലോട്ട് ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരിച്ചിരിക്ക് കടുകൊന്ന് പൊട്ടി വന്നപ്പോഴത്തേക്കും ഞാൻ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകമാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ കസൂരി മെത്തിയും 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇട്ട് ആ ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം ഇല്ലേ, അതൊന്ന് പോയപ്പോഴത്തേക്കും നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ച സവാളയും തക്കാളിയുടെ ആ പേസ്റ്റ് ഉണ്ടല്ലോ, അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പും ആ മിക്സി ഇച്ചിരി ഒന്ന് ചുറ്റിച്ച് അതിൽ ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ പിന്നെ അടിക്ക് പിടിക്കും. കണ്ടില്ലേ, അത്രയും വെള്ളവും കൂടെ ഒഴിച്ച് ഇനി അതൊന്ന് തിളയ്ക്കട്ടെ. ഒരു 2-3 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ച് അത് വേവിക്കാം. കാരണം മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ പച്ചമണം ഒന്ന് മാറണം, ആ റോ ടേസ്റ്റൊക്കെ മാറി നല്ല വെന്ത് കണ്ടില്ലേ, നല്ല എണ്ണ തെളിഞ്ഞ് വന്നപ്പോഴത്തേക്കും കുക്കറിൽ വേവിച്ച് വെച്ച കടലയും കിഴങ്ങും ഇല്ലേ, അതും കൂടെ ഇട്ട് കൊടുത്ത് ഇച്ചിരി ചൂടുവെള്ളം, പച്ചവെള്ളം ഒഴിക്കില്ല, ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ച് ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കണേ. കാരണം കടലയും കിഴങ്ങും ഒക്കെ ഇല്ലേ, അതൊക്കെ ഇരുന്നൊന്ന് കുറുകുവേ. എന്നിട്ട് മല്ലിയില ഇട്ട് കൊടുത്ത് ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് ആ കടലയിലും കിഴങ്ങിലും ഒന്ന് മസാല പിടിക്കാൻ വേണ്ടി ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് ഇട്ടാൽ കറി റെഡി. റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ നല്ല ചന മസാല റെഡി. മക്കൾക്ക് സ്കൂളിലും കൊടുത്തു വിടാം, ഓഫീസിലും കൊണ്ടുപോകാം. നല്ല ചൂട് ചപ്പാത്തിയും സലാഡും ഒക്കെ ഉണ്ടെങ്കിൽ ടേസ്റ്റി ചന മസാല റെഡി. നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്